Hi friends, welcome to Vfiles. എൻ്റെ പേര് വിഷ്ണു. അപ്പോൾ ഇന്നെന്താ വീഡിയോയുടെ തമ്പനെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അതെ, ഇത് ആക്ച്വലി ഒരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലരും ഇൻഡോർ പ്ലാന്റ്സ് നമ്മുടെ വീട്ടിനുള്ളിലും, അതായത് നമ്മുടെ ഹാളിലും നമ്മുടെ ബെഡ്റൂമിലൊക്കെ സൂക്ഷിക്കാറുണ്ട്. അത് പലപ്പോഴും ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ സൂക്ഷിക്കാറുള്ളത്. എന്നാൽ ഭംഗി എന്നതിലുപരി അതിന് മറ്റു പല ഗുണങ്ങളും കൂടെ ഇൻഡോർ പ്ലാന്റ്സ് സൂക്ഷിക്കുന്നതിലുണ്ട്. ഏതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ഗുണമുള്ളത്, ഭംഗി എന്നതിലുപരി ഗുണം വരുന്നത് എന്നതിനൊക്കെ പറ്റിയാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു കണ്ടെത്തലിൽ എനിക്ക് പ്രയോജനമെന്ന് തോന്നിയ ഒരു 5 ചെടികൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഇന്ന് തുടർച്ചയായിട്ട് 2-3 ദിവസമായിട്ട് ഞാൻ ചെടികളുടെ വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് ഇതൊരു ഗാർഡൻ ചാനലാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ചെടികളെ മാത്രം പറ്റി പറയുകയാണെന്ന് വിചാരിക്കരുത്. എൻ്റെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കാണുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം വേണം, അവരുടെ ഡെയിലി ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രയോജനം വേണം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അവർക്ക് അറിഞ്ഞൂടാത്ത ചില കാര്യങ്ങൾ, അവർ അറിയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, ഇതിനെയൊക്കെ പറ്റിയായിരിക്കും Vfilesലൂടെ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ സമയം ഒട്ടും കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ആദ്യമായി പരിചയപ്പെടുത്തുന്ന ഇൻഡോർ പ്ലാന്റ് എന്ന് പറയുന്നത് വളരെയധികം കോമൺ ആണ്. എല്ലാവരും ലൈഫിൽ ഒരു തവണയെങ്കിലും കണ്ടു കാണും, അല്ലെങ്കിൽ പലരും ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ്. എന്താണെന്നല്ലേ, നിങ്ങൾക്കത് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, മണി പ്ലാന്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിനെപ്പറ്റി പല കഥകളുണ്ട്. മണി പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ പൈസ വരും എന്നൊക്കെ പല ഇതുമുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ചിരിക്കും. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇതിൻ്റെ ബാക്കി ബെനിഫിറ്റ്സും അതെങ്ങനെയൊക്കെയാണ് കെയർ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയൊക്കെയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞൊരു സ്ലോ ഗ്രോത്ത് ഉള്ളൊരു ചെടിയാണ്, വളരെ സാവധാനം വളർന്നു വരുന്നൊരു ചെടിയാണ്. അത് ഇൻഡോറിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഔട്ട്ഡോറിലാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതലായിരിക്കും ഇതിൻ്റെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു വള്ളി പടർപ്പിലൂടെ പടർന്നു പോകുന്നൊരു ചെടിയാണ്. നമ്മൾ എത്ര ദൂരം അതിന് വളരാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നു, അത്ര ദൂരം അത് പടർന്ന് പന്തലിച്ച് പൊയ്ക്കൊണ്ടിരിക്കും. ഇതിൻ്റെ കെയർ എന്ന് പറഞ്ഞാൽ ഇത് കെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഹാർഡായിട്ടുള്ളതൊന്നുമല്ല, വളരെ ലെസ് കെയറാണ്. അധികം കെയറൊന്നും ഈ ചെടി മെയിൻറ്റെയിൻ ചെയ്യാനും ബാക്കി കാര്യങ്ങൾക്കും അധികം കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ലെസ് അറ്റൻഷൻ ഉള്ള ചെടിയാണ്. പിന്നെ ഇത് വളരാൻ ബെസ്റ്റായിട്ടുള്ള ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ 15 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിൻ്റെ ബെസ്റ്റ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്, ഈ ചെടി നന്നായിട്ട് വളരാനുള്ള ക്ലൈമറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെടി എയർ ഫിൽറ്ററിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെടിയാണ്. നമ്മുടെ റൂമിലോ നമ്മുടെ ഹാളിലോ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ എയർ ഫിൽറ്ററിങ് വളരെ നന്നായിട്ട് ചെയ്യുന്നൊരു ചെടിയാണ്. പൈസ അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടുന്നതിലുപരി ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എയർ ഫിൽറ്ററിങ്ങിന് വളരെയധികം സഹായിക്കുന്ന ഒരു ചെടിയാണ്. പിന്നെ എന്ന് വെച്ചാൽ 24/7, അതായത് മൊത്തവും നമ്മുടെ എന്തെങ്കിലും റൂമിലോ അല്ലെങ്കിൽ ഹാളിലോ നമ്മുടെ സറൗണ്ടിങ്സിൽ എന്തെങ്കിലുമൊക്കെ പൊല്യൂട്ടൻസ്, അതായത് നമ്മുടെ ശരീരത്തിന് നമുക്കും ഹാംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ ഈ ചെടി വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വളരെയധികം ഹാംഫുള്ളായിട്ട് പൊല്യൂഷൻ പോലെ തന്നെ മറ്റൊരു ഹാംഫുള്ളായിട്ടുള്ള കാര്യമാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സെൽഫോൺസ്, നമ്മുടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എല്ലാത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്ന റേഡിയേഷൻ ലെവല് വളരെ ഹൈ ആണ്. അപ്പോൾ മണി പ്ലാന്റിൻ്റെ മറ്റൊരു നല്ല പ്രധാനപ്പെട്ടൊരു ബെനിഫിറ്റാണ് റേഡിയേഷൻ ലെവൽ കുറയ്ക്കാനായിട്ട് ഈ ചെടി വളരെയധികം സഹായിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു കോമൺ കാര്യം തന്നെ, ഈ ചെടി വെള്ളത്തിലും കരയിലും ഒരുപോലെ ഇതിലും വളരുന്ന ഒരു ചെടിയാണ്. പിന്നെ ഏത് ടെമ്പറേച്ചറിലും, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ബെസ്റ്റ് ഗ്രോത്ത് റേറ്റാണ് 15 to 30 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. അല്ലാത്തൊരിതിലാണെന്നുണ്ടെങ്കിൽ ഏത് ടെമ്പറേച്ചറിലും ഏത് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിലും വളരാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് മണി പ്ലാന്റ് എന്ന് പറയുന്നത്. അടുത്തതായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്ന ചെടിയാണ് പീസ് ലില്ലി എന്ന് പറയുന്നത്. ഇതിൻ്റെ പരമാവധി വളർച്ച എന്ന് പറയുന്നത് 8 മുതൽ ഏകദേശം 24 ഇഞ്ച് വരെ ഈ ചെടി വളരും. പിന്നെ അതുപോലെ തന്നെ ഇതിനും വലിയ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസും വളരെ കുറവാണ്. നമ്മൾ ചെടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇല പഴുത്തു പോവുക, അങ്ങനത്തെ അതൊക്കെ വളരെ കുറവാണ് ഈ ചെടിക്ക്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഈ ചെടിക്ക് ഉപയോഗിക്കുന്ന വളങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അതൊന്നും ഇല്ലെങ്കിലും ഈ ചെടി നന്നായിട്ട് വളരും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കെയറിങ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നന്നായിട്ട് നമുക്ക് ഉറക്കം പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഈ ചെടി നന്നായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ എയർ ഫിൽറ്ററിങ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു ഘടകം തന്നെയാണ്. നല്ല സ്ലീപ്പ് നമുക്ക് തരും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മറ്റ് 2 ബെനിഫിറ്റ്സ് ഉണ്ട്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട 2 ബെനിഫിറ്റ്സാണ്. ഒന്ന്, നമ്മൾ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ തന്നെയുള്ള ബാത്റൂമിൽ ഹ്യൂമിഡിറ്റി വളരെയധികം കൂടുതലാണ്. അത് ബാത്റൂം മാത്രമല്ല, ചില സമയത്ത് നമ്മുടെ റൂമിലും അത് ഫീൽ ചെയ്യും. ഹ്യൂമിഡിറ്റി നന്നായിട്ട് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ചെടി നമ്മൾ ബാത്റൂമിലാണ് വെക്കുന്നതെങ്കിൽ
ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു ചെടിയാണ് പീസ് ലില്ലി എന്ന് പറയുന്നത്. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നാച്ചുറൽ ഫ്രാഗ്രൻസ് ആണ് ഈ ചെടിയിൽ നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എയർ ഫ്രഷ്നറിൻ്റെ ആവശ്യം വലുതായിട്ട് വരുന്നില്ല. ഈ ചെടി റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ ലിവിങ് റൂമിലോ ഒക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ, ലിവിങ് റൂമിലാണെങ്കിൽ കുറച്ച് ഏരിയ കൂടുതലായതുകൊണ്ട് നമുക്ക് അത്രയും ചെടി വേണ്ടി വരും. എന്നാൽ റൂമിൽ അങ്ങനെയല്ല, കുറച്ച് സ്പേസ് ഉള്ളതുകൊണ്ട് ഇതൊരു നാച്ചുറൽ ഫ്രാഗ്രൻസ് ആണ് തരുന്നത്. അതുകൊണ്ട് തന്നെ എയർ ഫ്രഷ്നറിൻ്റെ ആവശ്യമില്ല ഈ ഒരു ചെടി ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പീസ് ലില്ലിയുടെ ഗുണം എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്ന ചെടിയാണ് സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഈ ചെടി കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു പാമ്പിൻ്റെ ഷേപ്പിലാണ് ഈ ചെടി വളരുന്നത്. ഇത് നോർമലി 1 to 2 feet ഒക്കെയാണ് ഈ ചെടി വളരുന്നത്. എന്നാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 5 feet വരെ ഈ ചെടി വളരും. ഇത് നല്ലൊരു ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ പരിപാലനം വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. വളരെ കെയറും അതൊന്നും അത്രയ്ക്ക് നീഡില്ല. പൊതുവേ ഇൻഡോർ പ്ലാന്റ്സിന് അധികം കെയറിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ ചെടി വളരാൻ ഇൻഡയറക്റ്റ് സൺലൈറ്റ് തന്നെ ധാരാളമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 2 ചെടികളും അങ്ങനെ തന്നെയാണ്. ഇൻഡയറക്റ്റ് സൺലൈറ്റിലാണ് ഇത് നന്നായിട്ട് വളരുന്നത്. ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ ലൈറ്റ് സോഴ്സ് ആണെങ്കിലും ഈ ചെടികൾ നന്നായിട്ട് വളരും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ 24/7 എയർ ഫിൽറ്ററിങ് ചെയ്യുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ മെയിൻ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈവൻ രാത്രിയിൽ പോലും നമ്മൾ ശ്വസിച്ചിട്ട് പുറന്തള്ളുന്ന CO2 വളരെ അധികം ലെവലിൽ വലിച്ചെടുക്കാൻ കഴിയുന്നൊരു ചെടിയാണ് സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ റൂമിലും അല്ലെങ്കിൽ ലിവിങ് റൂമിലോ അങ്ങനെയൊക്കെ വയ്ക്കുവാണെങ്കിൽ നമുക്ക് വളരെയധികം പ്രയോജനമുള്ളൊരു ചെടിയാണ് സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത്. അടുത്തതായി ഒരു ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്ന അർക്ക പാം എന്ന് പറഞ്ഞൊരു ചെടിയാണ്. ഒറ്റ നോട്ടത്തിൽ ഇത് കണ്ടാൽ ചെറിയൊരു തെങ്ങിൻ തൈ പോലെ ഇരിക്കും. പല വീടുകളിലും അല്ലെങ്കിൽ വലിയ വലിയ സ്ഥാപനങ്ങളിൽ പല എന്താ പറയുക ഹോട്ടൽസിലൊക്കെ ഈ ചെടി നിങ്ങൾക്ക് ധാരാളമായി കാണാൻ സാധിക്കും. അവരൊക്കെ ഇതൊരു ഡെക്കറേഷനിൽ എന്നതിലുപരി ഇതിന് പല പല ഗുണങ്ങളുണ്ട്. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് അവരിതെല്ലാം കീപ്പ് ചെയ്യുന്നത്. ഇതിൻ്റെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സിന് ലെസ് മെയിൻ്റനൻസ് മതി. അതുപോലെ തന്നെ കെയറിങ്ങും വളരെ അത്യാവശ്യമൊന്നുമില്ല. ഏകദേശം 20 മുതൽ 35 വരെ അടി ഉയരത്തിലാണ് ഈ ചെടി വളരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബെസ്റ്റ് ഗ്രോയിങ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 16 മുതൽ 24 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൻ്റെ ബെസ്റ്റ് ഗ്രോയിങ് ആണ്. അല്ലാതെ ബാക്കിയുള്ള എല്ലാ റൂം ടെമ്പറേച്ചറും ഇത് വളരാൻ വളരെയധികം യോജിച്ച ഒരു ചെടിയാണ്. പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ളത് തന്നെയാണ്, എയർ പൊല്യൂട്ടൻസ് ആണ്. പക്ഷേ കുറച്ച് എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഉണ്ട്. ഒരു മനുഷ്യന് അത്യാവശ്യമായ കുറച്ച് എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഉണ്ട്. കുട്ടികളും അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശു, അതായത് പ്രഗ്നൻ്റ് ലേഡിയെ കൊണ്ടുവന്നുണ്ടെങ്കിൽ ഇത് കുട്ടികളുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്കും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ചെടിയാണ് അർക്ക പാം എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റുപാടിന് നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള പൊല്യൂട്ടൻസ് ആയിട്ടുള്ള ചില ഗ്യാസസും കമ്പോണൻസൊക്കെ ഉണ്ട്. ഇതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഈ ചെടി വളരെയധികം നമുക്ക് സഹായിക്കുന്നു. ഇതും രാത്രി കാലങ്ങളിൽ നമ്മൾ റൂമിൽ തങ്ങി നിൽക്കുന്ന CO2യുടെ ലെവൽ കുറയ്ക്കാൻ, അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവൽ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ചെടിയാണ് അർക്ക പാം എന്ന് പറയുന്നത്. ഞാൻ ഈ വീഡിയോയുടെ ആദ്യം തന്നെ പരിചയപ്പെടുത്തിയ മണി പ്ലാന്റ് പോലെ വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ളൊരു ചെടിയാണ് ഞാൻ അവസാനവും പരിചയപ്പെടുത്തുന്നത്. മറ്റൊരു ചെടിയുമല്ല, അത് അലോവേരയാണ്. ഇതെല്ലാവർക്കും വളരെയധികം സുപരിചിതമായൊരു ചെടിയാണ് അലോവേര എന്ന് പറയുന്നത്. ഈ ചെടികൾക്ക് ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് എന്നതിലുപരി ഒരുപാട് ഗുണങ്ങളുള്ളൊരു ചെടിയാണ്. മറ്റെല്ലാ ഇൻഡോർ പ്ലാന്റ്സിനെ പോലെയും ഇതിനും അധികം എന്താ പറയുക കെയറിങ്ങും കാര്യങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല. ഇത് ഏകദേശം വളർന്ന് 8 മുതൽ 10 ഇഞ്ചസ് വരെയാണ് ഇത് വരുന്നത്. പക്ഷേ ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ടാണ് നമ്മളിത് സൂക്ഷിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. മറ്റുള്ള ഇൻഡോർ പ്ലാന്റ്സിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. എന്നാൽ ഔട്ട്ഡോറിലാണ് വയ്ക്കുന്നതെങ്കിൽ അത്യാവശ്യം വേഗത്തിൽ തന്നെ ഈ ചെടി വളരുന്നതാണ്. പിന്നെ ഇതിന് ബാക്കി എന്തൊക്കെയാണ് ഗുണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിൻ്റെ ബെസ്റ്റ് ഗ്രോയിങ് റേറ്റ് എന്നുള്ളത്. റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇത് വളരാൻ വളരെ യോജിച്ചതാണ്. പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പലർക്കും അറിയാം. ഒരു കിച്ചണിൽ ഉള്ള ഒരാൾ, നമ്മുടെ അമ്മയോ അല്ലെങ്കിൽ ബാക്കി കിച്ചണിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഫസ്റ്റ് എയ്ഡ് വന്നു കഴിഞ്ഞാൽ ആദ്യം അതിൽ ഉൾപ്പെടുത്തുന്ന ഒന്നാണ് അലോവേര എന്ന് പറയുന്നത്. അത് നമുക്ക് എൻ്റെ പൊള്ളലോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ അലോവേരയുടെ തണ്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ സ്കിൻ കെയറും ബാക്കി നമ്മുടെ തലമുടിയുടെ വളർച്ചയ്ക്കും അലോവേരയുടെ പങ്ക് വളരെയധികം വലുതാണ്.
അപ്പോൾ അടുത്തിടയ്ക്ക് നാസ ഒരു നമ്മുടെ നാഷണൽ എയറോനോട്ടിക്സ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ നാസ ഒരു പഠനം നടത്തിയിരുന്നു. അതിലവർ 50ഓളം പ്ലാന്റുകൾ, അതായത് ഫ്രഷ് എയർ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ചെടികളാണ് നല്ലതെന്നുള്ളതിൽ 50ഓളം ചെടികളിൽ ഇടം പിടിച്ചൊരു ചെടിയാണ് അലോവേര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാസ റെക്കമെൻഡ് ചെയ്യുന്നൊരു ചെടിയാണ് അലോവേര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെടി നമ്മുടെ റൂമിലുള്ളത് വളരെയധികം പ്രയോജനമുള്ളതാണ്. മറ്റെല്ലാ ഇൻഡോർ പ്ലാന്റ്സും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൽ നാസ റെക്കമെൻഡ് ചെയ്യുമെന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് എടുത്തെടുത്ത് പറഞ്ഞത്. ബാക്കി ഇതിൽ സെയിം CO2 ലെവൽ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു, അത് രാത്രിയിലും കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഹെൽത്തായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പീസ് ഓഫ് മൈൻഡൊക്കെ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡോർ പ്ലാന്റ്സ്. ഒരു ഡെക്കറേഷൻ എന്നതിലുപരി ഇതിന് മറ്റുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ഒന്നും ഇതുവരെ കീപ്പ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഇതിലേതെങ്കിലും ഒരു ഇൻഡോർ പ്ലാന്റ്സ് വാങ്ങിച്ച് വയ്ക്കുക. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽത്തി വൈസ് അല്ലെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിങ്സ് വൈസ് നിങ്ങൾക്ക് പോസിറ്റീവാണ്, നല്ലൊരു അനുഭൂതിയാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ടും ഇന്നത്തെ ഈ 5 ചെടികളെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.